ഹായ് ഓൾ എല്ലാവർക്കും ARJ വേൾഡിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മലൈക്കോട്ടെ വാലിബൻ അങ്ങനെ OTT റിലീസ് ആയിരിക്കുകയാണ്. ഇപ്പോഴും ആ ഒരു സിനിമയുടെ ഓഡിയൻസ് രണ്ട് തട്ടിൽ തന്നെയാണ്. ഒരു കൂട്ടർക്ക് സിനിമ ഗംഭീരമായിട്ട് ഇഷ്ടപ്പെടുകയും മറ്റൊരു കൂട്ടർക്ക് സിനിമ ഒട്ടും കണക്ട് ആവാതെ പോവുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം ഈ ഒരു സിനിമയ്ക്കാണ് ഇത്രയധികം ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ അടുത്ത കാലത്തൊക്കെ വന്ന് കണ്ടിട്ടുള്ളത്. മിക്സഡ് ആയിട്ടൊന്നുമല്ല, തിയേറ്ററിൽ പക്ക നെഗറ്റീവ് റിവ്യൂ ആയിരുന്നു. എന്നിരുന്നാൽ കൂടി ഒരു ഭാഗം ഒരു ഓഡിയൻസിന് ഭയങ്കരമായിട്ട് ഈ ഒരു പടം ഇഷ്ടപ്പെടുകയും ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളാണ് ഞാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പടമാണ് മലൈക്കോട്ടെ വാലിബൻ. അതേപോലെ തന്നെ മറ്റൊരു വിഭാഗത്തിന് ഈ ഒരു സിനിമ ഒട്ടും കണക്ട് ആവാതെ ഇഷ്ടപ്പെടാതെ വരികയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ. അതൊക്കെ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ മോഹൻലാൽ എന്ന ലെജൻഡ് ആയിട്ടുള്ള ആ ഒരു ആക്ടർ അനാവശ്യമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഹേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു തോന്നൽ ഈ ഇടയായിട്ട് ഉണ്ടാവുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ മലൈക്കോട്ടെ വാലിബൻ ഇറങ്ങി OTT റിലീസ് ആയതിനു ശേഷം അനാവശ്യമായിട്ട് ആ ഒരു സിനിമയിൽ നിന്ന് ഷിറ്റ് കണ്ടുപിടിക്കാനും ഒക്കെ അനാവശ്യമായിട്ട് ഓരോരോ ഹേറ്റ് പോസ്റ്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോഴത്തേക്കും നല്ല രീതിയിൽ വിഷമം ഉണ്ടാകുന്നുണ്ട്. കാരണം പുള്ളി അത് അർഹിക്കുന്നില്ല. ഇപ്പോൾ ഒരു പക്ഷേ യെലോൺ മോൺസ്റ്റർ ആറാട്ടൊക്കെ ഇറങ്ങിയ ടൈമിൽ ഈ ഒരു ട്രോളൊക്കെ വന്നിരുന്നതിൽ കാര്യമുണ്ടായിരുന്നു. പക്ഷേ ലാലേട്ടനെ ഇപ്പം കളിയാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി സോഷ്യൽ മീഡിയയിലേക്ക് അനാവശ്യമായിട്ടുള്ള ഹേറ്റ് പോസ്റ്റുകളും ട്രോൾസും ഒക്കെ ഒരുപാട് കാണുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ലാലേട്ടന്റെ ഒരു ട്രിബ്യൂട്ട് വീഡിയോ വന്നിട്ടുണ്ട്. മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയിലൂടെ ലാലേട്ടൻ തിരിച്ചു വന്നോ വന്നില്ലേ എന്നുള്ളൊരു ചോദ്യചിഹ്നം അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ കൂടി എന്നെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടൻ നേര്, മലൈക്കോട്ടെ വാലിബൻ എന്നീ സിനിമകളിലൂടെ മോഹൻലാൽ എന്ന ആക്ടർ ഗംഭീര തിരിച്ചുവരവാണ് നടത്തിയിട്ടുള്ളത്. കാരണം ഒടിയന് ശേഷമുള്ള ലാലേട്ടൻ എങ്ങനായിരുന്നു എന്ന് നമുക്കറിയാം. ലൂസിഫർ, ദൃശ്യം 2 പോലുള്ള പടങ്ങളിലൊക്കെ ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു എന്താ പറയുന്ന ആ ഒരു ലെജൻഡ് ആയിട്ടുള്ള ആക്ടറിന്റെ ആ ഒരു ഈസ്നെസ്സോട് കൂടിയുള്ള ആ ഒരു പെർഫോമൻസ് നേരിലും അതേപോലെ തന്നെ മലൈക്കോട്ടെ വാലിബനിലും തിരിച്ചു കിട്ടി. അത് കണ്ണിറയെ കാണാൻ സാധിച്ചു എന്നുള്ളത് വലിയ ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ രണ്ട് സിനിമകളും ലാലേട്ടൻ എന്ന ആക്ടർ, മോഹൻലാൽ എന്ന ആക്ടറിന്റെ ഒരു വൺ തിരിച്ചുവരവ് തന്നെയാണ്. എന്തായാലും ഈ ഒരു ട്രിബ്യൂട്ട് വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഞാനൊരു മെഗാ ലാലേട്ടൻ ഫാനാണ്. കൊതിക്കുകയാണ് ഒരു ദിവസം ഒരു പെർഫോമൻസും ഒരു സിനിമയും കണ്ടിട്ട് എന്റെ പൊന്നു ബ്രോ ലാലേട്ടൻ പൊളിച്ചടുക്കി എന്ന് പറയാൻ കൊതിയാവുകയാണ്. സത്യം പറയാൻ കൊതിയാണ്. മലൈക്കോട്ടെ വാലിബനിലെ മോഹൻലാലിന്റെ ഡയലോഗ് ഡെലിവറി അപാരമാണ്. അങ്ങേയറ്റം ബോറായി സാധ്യതയുണ്ടായിരുന്ന ഒരു പിടി സംഭാഷണങ്ങളെ എത്ര അനായാസമായിട്ടാണ് ആ വലിയ നടൻ മെരുക്കിയെടുത്തത്. ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന ഫിലിം മേക്കർ ഒരു മായാപ്രപഞ്ചമാണ് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്. യാഥാർത്ഥ്യത്തിൽ ജീവിക്കുന്ന നമ്മളെ പോലുള്ള മനുഷ്യർക്ക് നാടകീയമായും അരോചകമായും. സത്യം പറഞ്ഞാൽ നേരത്തെ ലാലേട്ടന്റെ ഡയലോഗ് ഡെലിവറിയെ കുറിച്ച് പറഞ്ഞില്ലേ, അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് കേട്ടോ. ആ ഒരു സിനിമയിലെ ബാക്കിയുള്ളവരുടെ ഡയലോഗ്സ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സിനിമയ്ക്കകത്ത് ഡയലോഗ്സ് എല്ലാം നാടകീയമായിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ ബാക്കിയുള്ളവർ സംസാരിക്കുന്നതിലും ലാലേട്ടൻ പറയുന്നതിലും വളരെ അധികം വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഈസ്നെസ്, ആക്ടിങ്ങിന്റെ വളരെ നിസ്സാരമായിട്ടാണ് ആ ഒരു ഡയലോഗ്സ് ഒക്കെ, വളരെ സ്വാഭാവികമായിട്ടാണ് ലാലേട്ടൻ അത് പറഞ്ഞു പോകുന്നത്. അതിന് ലാലേട്ടനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ മലയാളത്തിൽ വേറെ ആരും. അത് ഡയലോഗ് ഡെലിവറിയും പെർഫോമൻസും ഗംഭീരമായിരുന്നു. അനുഭവപ്പെട്ടേക്കാവുന്ന നിരവധി സംഭാഷണങ്ങളാൽ സമ്പന്നമാണ് വാലിബൻ എന്ന സിനിമ. പക്ഷേ മോഹൻലാൽ അവയ്ക്ക് മനോഹരമായ അർത്ഥതലങ്ങളും ഉച്ചാരണവും നൽകി. കുട്ടിക്കാലത്ത് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഭഗൻ എന്ന രാക്ഷസനെ വധിച്ച ഭീമന്റെ വീരഗാഥ. ബലിഷ്ഠനായ ഭഗൻ, കിൻഡൽ കണക്കിന് ഭാരമുള്ള ഭീമന്റെ ഇടികൾ. എന്റെ ഭാവനയിൽ ഭീമന്റെ കാളവണ്ടിക്ക് പോലും വ്യക്തമായ രൂപമുണ്ടായിരുന്നു. അങ്ങനെ ഒരു മുത്തശ്ശി കഥ കേൾക്കാൻ ഇപ്പോഴും എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ വാലിബനെയും അയാളുടെ മല്ലയുദ്ധങ്ങളെയും ഞാൻ നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ്. മരണത്തിന് തൊട്ടു മുൻപ് പോലും നെടുന്തൂണുകളെ കടപുഴക്കിയ ബൈബിളിലെ സാംസന്റെ കഥ നിങ്ങൾ വായിച്ചിട്ടില്ലേ? വാലിലെ തീ കൊണ്ട് ലങ്കാനഗരം ചുട്ടുകരിച്ച ഹനുമാനെ നാം ബാല്യത്തിൽ വല്ലാതെ ആരാധിച്ചിട്ടില്ലേ? ജന്മസിദ്ധമായ കവചകുണ്ടലങ്ങൾ ദേവേന്ദ്രന് ദാനം ചെയ്ത കർണനോട് നമുക്ക് സ്നേഹം തോന്നിയിട്ടില്ലേ? റോമിലെ കൊളോസിയത്തിൽ വെച്ച് മൃഗങ്ങളോട് പോരടിച്ച ഗ്ലാഡിയേറ്റർമാരുടെ കഥകൾ നാം കേട്ടിട്ടില്ലേ? വാലിബനിൽ ഞാൻ ഹനുമാനെ കണ്ടു, കർണനെ കണ്ടു, സാംസനെയും ഗ്ലാഡിയേറ്ററെയും കണ്ടു. അമർ ചിത്രകഥകളെ വെല്ലുന്ന തരത്തിലുള്ള ഫ്രെയിമുകൾ കണ്ടു. മല്ലന്റെ ശരീരത്തിലേക്ക് മോഹൻലാൽ പരിപൂർണമായും പരകായ പ്രവേശം നടത്തിയിട്ടുണ്ട്. വാലിബനൊരു മലകീറി പൊളിച്ചാലും പ്രേക്ഷകന് അത് വിശ്വസനീയമായി തോന്നും. ലാൽ എന്ന അഭിനേതാവിന്റെ ഔന്നിത്യം അവിടെയാണ് വെളിപ്പെടുന്നത്. മോഹൻലാലിന്റെ ദേവദൂതൻ എന്ന ചലച്ചിത്രം അത് പക്കയാണ് കേട്ടാ. ആ ഒരു വാലിബൻ എന്ന ആ ഒരു ക്യാരക്ടറിനെ ആ ഒരു ഇൻട്രൊഡക്ഷൻ സീനിൽ തന്നെ ആ ഒരു ക്യാരക്ടറിനെ കൊണ്ട് എന്തും സാധിക്കും എന്നുള്ളൊരു തോന്നല് പ്രേക്ഷകനിലേക്ക് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു തൂണൊക്കെ പിഴുതെറിയുന്ന സീൻ കണ്ടിട്ടൊന്നും വളരെ ആശ്ചര്യമൊന്നും തോന്നിയില്ല. വാലിബനെ കൊണ്ട് അതിന് സാധിക്കും എന്ന് മോഹൻലാൽ എന്ന ആ ഒരു പെർഫോമറിന്റെ പെർഫോമൻസ് കൊണ്ട് നമ്മളെയൊക്കെ അങ്ങ് ബോധ്യപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ആദ്യത്തെ ആ ഒരു ഇൻട്രൊഡക്ഷൻ സീനിൽ നിന്ന് തന്നെ ആ ഒരു വൈബാണ് കിട്ടിയത്. തകർന്നു വീണിരുന്നു. സംവിധായകനായ സിബി മലയിൽ സിനിമാ കരിയർ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക വരെ ചെയ്തു. കാലം കടന്നുപോയപ്പോൾ ദേവദൂതൻ ക്ലാസിക്കായി മാറി. ഒരുപക്ഷെ വാലിബന്റെ വിധിയും അതുതന്നെയാവാം. ഇപ്പോൾ എനിക്കൊരു അതിമോഹമുണ്ട്. MT വാസുദേവൻ നായരുടെ രണ്ടാം മൂഴം എന്ന നോവലിലെ ഭീമനായി മോഹൻലാൽ സ്ക്രീനിൽ അവതരിക്കണം.
രണ്ടാം ഊഴത്തിൽ MT കർണന്റെ മരണം വിവരിക്കുന്നുണ്ട്. അർജുനന്റെ ബാണമേറ്റ് അത് ലാലേട്ടനല്ലാതെ വേറെ ആരെയും ചിന്തിക്കാൻ പോലും സാധിക്കത്തില്ല. പിൽക്കാലത്ത് എല്ലാവർക്കും മനസ്സിലാകുന്നു. യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ബലിയിടുന്ന സമയത്ത് ഒരു കൈക്കുടന്ന വെള്ളം കർണന് നൽകണമെന്ന് കുന്തി പാണ്ഡവരോട് പറയുന്നു. ഭീമൻ ആ സമയത്ത് തല ഉയർത്തുന്നില്ല. അയാളുടെ മനസ്സ് വേദനയാൽ നീറുകയായിരുന്നു. ഭീമൻ ഉള്ളിൽ പറയുന്നുണ്ട്, കർണൻ അർജുനനെ കൊല്ലുമെന്ന് പ്രതിജ്ഞ ചെയ്തു. അതിനുവേണ്ടി വേൽ കരുതി വെച്ചു. സത്യത്തിൽ അതെല്ലാം എന്റെ നേർക്കാണ് വരേണ്ടിയിരുന്നത്. കർണനെ ഏറ്റവും കൂടുതൽ നാണം കെടുത്തിയിട്ടുള്ളത് ഞാനാണ്. അപ്രകാരം കർണനെ സ്മരിക്കുന്ന MTയുടെ ഭീമനെ എനിക്ക് കാണണം. ജ്യേഷ്ഠനെ കൊല്ലാൻ കൂട്ടുനിന്ന അനുജന്റെ വേദന. ആ രംഗം അവിസ്മരണീയമാക്കാൻ മോഹൻലാലിന് സംഭാഷണങ്ങൾ വേണ്ടിവരില്ല. സ്വന്തം കണ്ണുകൾ മാത്രം മതിയാകും. But he was amazing in this movie. Loved it. ആക്ഷൻ ആണെങ്കിലും പുള്ളിയുടെ ചിരിയാണെങ്കിലും പുള്ളിയുടെ സട്ടിലായിട്ടുള്ള കണ്ണുകളിലുള്ള കണ്ണ് നനയുന്ന സീനുകളാണെങ്കിലും അമേസിങ് ആൻഡ് സോ ഹാപ്പി ടു സീ ലാലേട്ടൻ ഫൈനലി ഇൻ എ മൂവി വേർ ഐ കൻ സേ ദാറ്റ് അത് ഒരു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു എന്ന് പറയാൻ പറ്റിയ ഒരു സാധനത്തിൽ അഭിനയിച്ചത്. പക്ക വീഡിയോ ആയിരുന്നു കേട്ടോ, ഗംഭീര സാധനമായിരുന്നു. അതിനകത്ത് ലാലേട്ടന്റെ പഴയ ആ ഒരു പെർഫോമൻസുകളുടെയൊക്കെ ആ ഒരു ഇമേജസ് ഇങ്ങനെ മാറി മാറി പോകുന്തോറും എന്നുള്ളിലെ ആ ഒരു ലാലേട്ടൻ ഫാൻ ഇങ്ങനെ രോമാഞ്ച പുളകിതനാകുക പറയത്തില്ല, അത്തരത്തില് ഒരു എന്തോ ഒരു സന്തോഷമായിരുന്നു. ഓക്കെ, എന്തായാലും ഇതിനകത്ത് പറഞ്ഞ ഒരു കാര്യം എനിക്കും ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ള ഒരു കാര്യമാണ്. രണ്ടാം ഊഴത്തിലെ ഭീമനായിട്ട് ലാലേട്ടനെ സ്ക്രീനിൽ കാണാനായിട്ട് വളരെ അധികമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് ചെയ്യാനായിട്ട് മലയാളത്തിൽ ഇന്ന് വേറൊരു ഓപ്ഷൻ ഇല്ല. മലയാളത്തിൽ നിന്നല്ല, ഇന്ത്യൻ സിനിമയിലേ വേറൊരു ഓപ്ഷൻ ഇല്ല. അത് ലാലേട്ടൻ ഈ ഒരു മലൈക്കോട്ടെ വാലിബനിലൂടെ തന്നെ നമുക്ക് പ്രൂവ് ചെയ്ത് തന്നിരിക്കുകയാണ്. ലാലേട്ടൻ എന്ന ആക്ടറിന് അങ്ങനെ ഈ ഒരു സിനിമയിലൂടെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ കൂടി ആ ഒരു ഒടിയന് ശേഷം ലാലേട്ടൻ, പലരും പറഞ്ഞ പോലെ ലാലേട്ടൻ തീർന്നെന്നൊക്കെയാണ് പലരും പറഞ്ഞത്. ലാലേട്ടൻ എന്ന ആക്ടർ ഇനി തിരിച്ചു വരില്ല എന്ന് പറഞ്ഞെടുത്താണ് ഇത്രയും ഗംഭീര പെർഫോമൻസോടുകൂടി മലൈക്കോട്ടെ വാലിബനിൽ ഇത്രയും ശക്തനായിട്ടുള്ള ആ ഒരു പോരാളിയെ എടുത്ത് വച്ചിരിക്കുന്നത് ലാലേട്ടൻ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഭീമനായിട്ട് കാണാനായിട്ടുള്ള ആഗ്രഹം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്.